നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വല്ലിക്ക, ആ ഉണ്ടക്കണ്ണി രാവിലെ ഒരുങ്ങിച്ചമഞ്ഞ് നിപ്പുണ്ട്. എങ്ങോട്ടോ സർക്കിട്ട് ആണെന്ന് തോന്നുന്നു. എങ്ങോട്ടാണെന്ന് വല്ലതും പറയുന്നത് കേട്ടോടി. എങ്ങനെ കേൾക്കാനാ? എല്ലാം രഹസ്യമല്ലേ. തന്നെയല്ല, ഞാനും എന്റെ ആമ്പർന്നോനും വലിഞ്ഞു കയറി വന്ന വരുത്തന്മാരല്ലേ. ഞങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? നിങ്ങൾ എങ്ങനെയാ വരുത്തരാകുന്നേ? ഇവിടെ അവകാശമുള്ളവർ തന്നെയാ നിങ്ങളും. വാ, അവൾ എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിക്കാം. ഞാൻ വേണേല് എന്റെ ആമ്പർന്നോനെ കൊണ്ട് ശങ്കൊന്ന് കറക്കിക്കാം. എന്റെ പൊന്ന് ഭാമിനി, വായിൽ നാക്ക് കിടക്കുമ്പോ എപ്പോഴും എന്തിനാ ഈ ശംഖ് കറക്കുന്നേ? അതൊരു ദിവ്യശക്തിയുള്ള സംഭവമാണ്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും അതെടുക്കാൻ പറ്റില്ല. അതെ, ചില നേരത്തെ ഇവക്ക് ഒട്ടും ബുദ്ധിയില്ല. എന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ ബുദ്ധിയുടെ പകുതി പോലും ഇവക്ക് കിട്ടിയിട്ടില്ല. അല്ലേലും പണ്ടേ എല്ലാരും പറയുന്നതാ, വല്ലിക്കിന്റെ അത്ര ബുദ്ധിയും സൗന്ദര്യവും ഒന്നും എനിക്കില്ലെന്ന്. സൂക്ഷിക്കണേ മോളെ. എന്തിനാ ഇതിനാ വിളിച്ചു വരുത്തുന്നെന്ന് നമുക്കറിയില്ലല്ലോ. എന്ത് സൂക്ഷിക്കാൻ? പിടിച്ചു വിഴുങ്ങത്തൊന്നുമില്ലല്ലോ. സംസാരിക്കാനല്ലേ പോകുന്നേ. എന്റെ പൊന്ന് പാർവതി, ഒന്നിച്ചിരുന്ന് സംസാരിച്ചാലോ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാലോ തീരുന്ന പ്രശ്നമാണെങ്കിൽ അത് വളർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. എല്ലാം നന്നായിട്ട് അവസാനിക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. അല്ല, ആരെ അവസാനിപ്പിക്കുന്ന കാര്യം മനോഹര? എന്റെ പൊന്നമ്മേ, ആരെ അവസാനിപ്പിക്കുന്ന കാര്യമല്ല. പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് എല്ലാവർക്കും മനസമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതാ. അത് നല്ല കാഴ്ചപ്പാടാ മനോഹര. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതെ, പക്ഷേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തലയിടാതിരിക്കാനും മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കാനും എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നീ ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാനും എന്റെ ആമ്പർന്നോനും ആർക്കോ ശല്യമാണെന്നല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഇവിടെ ശത്രുരാജ്യങ്ങൾ അതിർത്തി കയ്യേറുന്നതിനെ പറ്റിയാ ഞാൻ ചിന്തിച്ചത്. അപ്പം ഞങ്ങൾ ഈ വീട്ടിലെ ശത്രു രാജ്യം കേട്ടോ വല്ലിക്ക? കൊച്ചമ്മേ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. മനോഹരേട്ടന്റെ നാവറിയാലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഓട്ടുമണി പോലെ ചെലച്ചോണ്ടിരിക്കുന്ന നിന്റെ നാവേ ഒരു ദിവസം അങ്ങ് നിൽക്കും. ആ, അതെനിക്കറിയാം. ചെലച്ചോണ്ടിരിക്കുന്ന എല്ലാ നാവുകളും ഒരു ദിവസം നിൽക്കും. അച്ഛാ, ഞാൻ എന്നാ പോയിട്ട് വരാം. മോള് പോയിട്ട് പറഞ്ഞല്ലേ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ശൃംഗാരി എങ്ങോട്ടാ രാവിലെ? ശൃംഗാരിക്കാൻ അമ്മ അമ്മയുടെ കാര്യം നോക്ക്. മോള് പോയിട്ടു. അല്ലടാ മനോഹര, നിന്റെ മരുമോളെ എങ്ങോട്ടാടാ പോയത്? എന്റെ മരുമോൾ എങ്ങോട്ടാ പോകുന്നെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അമ്മ അറിയേണ്ട കാര്യമൊന്നുമില്ല. അമ്മയുടെ മരുമോള് പാർവതി ഇവിടെ നിൽപ്പുണ്ടല്ലോ. ഇവളെങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ അമ്മ ചോദിക്ക്. അല്ല, ഇവളീ വീട്ടിലേക്ക് വന്ന കാലം തൊട്ട് അമ്മ ചോദിക്കുന്നുണ്ടല്ലോ. പാർവതി പേടിച്ചു എന്ന് മറുപടി പറയുന്നുമുണ്ട്. ഇനി ദേവികയും കൂടെ അമ്മയെ പേടിക്കണമെന്ന് പറഞ്ഞാ അതൊന്നും നടക്കത്തില്ല അമ്മേ. ഈ ജനറേഷൻ ഗ്യാപ്പുണ്ട്, ജനറേഷൻ ഗ്യാപ്പ്. നടക്കടി. വല്യക്കരി ഇവിടെ സർവാധികാരിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനോഹരന് വല്യക്കന് ഒരു പേടിയില്ല. അതെ, അവനെ പേടിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്തായാലും ഉണ്ടക്കണ്ണി പോയിട്ടിഞ്ഞ് വരട്ടെ. അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചോളാം എവിടെ പോയതാണെന്ന്. അല്ലെങ്കിലേ പാർവതി ഒന്ന് വരട്ടിയാ മതി. കൃത്യമായിട്ട് കാര്യങ്ങൾ ഇഞ്ഞു പോരും. അപ്പോ ഞാനൊന്ന് ശംഖ് കറക്കേണ്ടി വരും. ചായ. നന്ദിയുണ്ട് മോനെ ഒരുപാട്.
എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ മരുമോൻ്റെ ഒപ്പം ചേർന്ന് മോൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ എനിക്കറിയാം. എന്തിനാ നന്ദി? ഞാനൊരു നിമിത്തമായി, അത്രേ ഉള്ളൂ. ഒന്ന് ഓർത്തു നോക്കിയേ, ചെയ്യാത്ത തെറ്റ് ഏറ്റെടുത്ത് നിരഞ്ജൻ സാറ് ജയിലിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കണ്ടുകിട്ടുമായിരുന്നോ? ജയിലിൽ ചാടിയില്ലായിരുന്നെങ്കിൽ കൃത്യം പൊന്നുമണി താമസിക്കുന്ന വനത്തിൽ തന്നെ വരുമായിരുന്നോ? അപ്പോ ഇതൊക്കെ ആരോ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ നടക്കുന്ന കാര്യങ്ങളാ. അതെ, ഒക്കെ ദൈവത്തിന്റെ കളികളാ. അല്ല, മോൻ എന്ത് ചെയ്യുന്നു ശരിക്കും? അന്ന് നിരഞ്ജൻ്റെ കൂടെ വന്നപ്പം കൂടുതലൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ഈ പരുന്ത് എന്നുള്ളത് കുടുംബ പേരാണോ? അല്ല, പരുന്തെന്നത് നാട്ടുകാര് സ്നേഹത്തോടെ ഇട്ട പട്ടപ്പേരാ. എന്ത് കാര്യത്തിനും ഞാൻ പറന്നെത്തും. അതാ. അപ്പം മോൻ്റെ ജോലി? സാമൂഹ്യ പ്രവർത്തനമാ. ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരേ തലത്തിലെത്തിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെയോ? ഞങ്ങൾ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. ബെസ്റ്റ് പൊതുപ്രവർത്തനം. ഒക്കെ നിരഞ്ജൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം പൊതുപ്രവർത്തനങ്ങളൊന്നും ഇനി വേണ്ട. സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെയായി ഇനി സന്തോഷമായി കഴിയണം. അതിന് എനിക്കാര് സ്വന്തക്കാരും ബന്ധുക്കളും? ആ, ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷിയല്ലേ പരുന്ത്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞങ്ങളാണ് മോന്റെ ബന്ധുക്കള്. എനിക്ക് സന്തോഷം. അല്ല, ഇനി എന്താ ഫ്യൂച്ചർ പരിപാടി? ശരത്തിനെതിരെ നിയമപരമായി പോവുകയാണോ? അവകാശം സ്ഥാപിക്കാനും നല്ല മോനെ. പക്ഷേ ആ ചതിയനെ ഞാൻ വെറുതെ വിടത്തില്ല. മടവാളെടുത്ത് ഒരൊറ്റ വീശിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഒട്ടത്തേങ്ങ പോലെ അവൻ്റെ തല ഇവിടെ കിടന്ന് ഉരുണ്ടേനെ. അതൊന്നും വേണ്ട. അവനുള്ളത് കൃത്യമായി കൃത്യസമയത്ത് തന്നെ കിട്ടും. എന്താ ഇന്ദുചൂടന്റെ അല്ല ഇയാളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഇവള് പഠിക്കാൻ പോണെന്നാ പറയുന്നേ. പഠിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം. പക്ഷേ പുതിയ മോഡൽ കുരിശുകളുമായി ന്യൂ ജനറേഷൻ ക്രിസ്തുദാസുമാർ വഴിയിൽ കാണും. എനിക്ക് അങ്ങനെ ഇനി അബദ്ധമൊന്നും പറ്റത്തില്ല. പറ്റിയത് അബദ്ധമാണെന്ന് ബോധ്യമുണ്ടല്ലോ. അത് മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് അല്ല, ഇതുവഴി പോയപ്പോ കയറിയെന്നേ ഉള്ളൂ. അതുകൊള്ളാം. ഊണ് കഴിക്കാതെ വിടുന്ന പ്രശ്നമേ ഇല്ല. കായൽ മീനും കൂട്ടി ഒരു പിടി ചോറുണ്ടിട്ട് പോയാൽ മതി. നല്ല മഞ്ഞക്കൂരി കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ചെത്തുകളിൽ കിട്ടൂടെ. ഞാൻ നിർത്തിയേക്ക്. പരുന്തുമോന് വേണേ സംഘടിപ്പിക്കാം. വേണ്ട, അച്ഛൻ ഇനി നിർത്തിയതൊന്നും തുടങ്ങണ്ട. പുതിയ ശീലങ്ങളൊന്നും ആരെയും പഠിപ്പിക്കാൻ വേണ്ട. അയ്യോ, മദ്യത്തിന്റെ മണം പോലും എനിക്ക് പിടിക്കത്തില്ല. ഞാൻ പാവം.